കഴിഞ്ഞ ദിവസം സംവിധായകനും നടനുമൊക്കെയായ ആലപ്പി അഷറഫ് അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സിനിമയുണ്ട്, ക്രോണിക് ബാച്ചിലർ. അപ്പോൾ ക്രോണിക് ബാച്ചിലർ എന്നൊരു സിനിമ ഒരു വിഷു കാലത്താണ് റിലീസാവുന്നത്. 2003 വിഷു ആ ഒരു കാലത്താണ് ഇറങ്ങിയത്. ഇപ്പോൾ വീണ്ടും നമ്മളൊരു വിഷു സമ്മർ വെക്കേഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനാണ് സിദ്ദിഖ്. അതിപ്പോൾ അദ്ദേഹം ലാലിൻ്റെ കൂടെ ഒരുമിച്ച് സിനിമ ചെയ്തപ്പോഴും പിന്നീട് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്തത്. അപ്പോൾ അന്ന് മമ്മൂട്ടി വെച്ചൊരു സിനിമ, ഇത് മമ്മൂട്ടിക്ക് പറ്റിയ ഒരു കഥ എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചനയൊക്കെ ആയിരുന്നു അദ്ദേഹം അതിൻ്റെ ഒരു തുടക്കമൊക്കെ. അപ്പോൾ ആദ്യം അൽവിൻ ആൻ്റണി ആയിരുന്നു ആ ഒരു സിനിമ അന്ന് നിർമ്മിക്കാമെന്നേറ്റത്. അങ്ങനെ അത് ദുബായിലും ഒക്കെ പോയിട്ട് ചെറിയ ഡിസ്കഷനും കഥയാലോചനയും ഒക്കെ സിദ്ദിഖിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെയാണ് സിദ്ദിഖ് തന്നെ ഒരിക്കൽ സിദ്ദിഖിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 2001 നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ചെയ്ത സമയത്ത് അന്ന് അദ്ദേഹം അത് അവിടെ ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ദുബായിലോ ഖത്തറിലോ ആയിരുന്നു അദ്ദേഹം വന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ടി വിയിൽ ഇത് കാണുന്നു. അപ്പോൾ അന്ന് ഇവരൊക്കെ പല ഷോസിനൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാത്തൊരു വിഷമമായിരുന്നു. കുറേ പേര് അവിടെ നിന്ന് ചാടുന്നതും അല്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നതൊക്കെ വീഡിയോയിൽ കണ്ടിട്ട്, ആ ന്യൂസ് ചാനൽ കണ്ടിട്ട് അദ്ദേഹം ഭയങ്കര വിഷമമായി. അവിടെ നിന്ന് പിന്നെ കഥയൊന്നും ഉണ്ടായില്ല. പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ ഒരു കഥയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സിനിമ ഓണാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആദ്യം വന്നിരുന്ന ഈ പറഞ്ഞ പോലെ അൽവിൻ ആൻ്റണി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, അദ്ദേഹം അത് ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം അത് പിന്മാറി. പിന്നീട് സ്വർഗ്ഗജിത്ത് റപ്പച്ചൻ ഇവരുടെയൊക്കെ തന്നെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. സിദ്ദിഖ് ലാലിൻ്റെ ആദ്യ കാലഘട്ടം മുതലേ അറിയുന്നതാണ്. ഫാസിലിൻ്റെ സിനിമകൾ നിർമ്മിച്ച് വന്ന ഒരു വ്യക്തിയാണ് സ്വർഗ്ഗജിത്ത് റപ്പച്ചൻ. അപ്പോൾ സ്വർഗ്ഗജിത്ത് റപ്പച്ചൻ ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത്, അപ്പോൾ ഇന്നിപ്പോൾ ആലപ്പി അഷ്റഫും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. അദ്ദേഹം അന്ന് പറഞ്ഞത് മമ്മൂട്ടി വേണ്ട, ജയറാം മതി. അന്ന് ജയറാമാണെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ ശരിക്ക് ആ സമയത്തിറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇത് ഏകദേശം 2002 ഈ ഒരു സംഭവം. അത് 2001-2002 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ 2002 എന്ന് പറയുന്ന വർഷം ശരിക്കും മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമ മാത്രമേ റിലീസായിട്ടുള്ളൂ. ഫാൻഡം എന്ന് പറയുന്ന സിനിമയാണ്. അത് 2002 വിഷുവിനാണ് ആ സിനിമ റിലീസായത്. അത് കഴിഞ്ഞിട്ട് 2002 ഓണത്തിന് ഇറങ്ങിയ ഫാസിലിൻ്റെ കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. പക്ഷേ ഈ 2 സിനിമയും അങ്ങനെ വൻ വിജയമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇന്ന് ഫാൻഡം കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. റിപ്പീറ്റായിട്ട് പലപ്പോഴും ടി വിയിലും യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാറുണ്ട്. അതിൻ്റെ സീൻസ് കാണാറുണ്ട്, അതിൻ്റെ സോങ്സ് ഹിറ്റാണ്, എല്ലാമാണ്. പക്ഷേ അന്ന് ആ സിനിമ അങ്ങനെ വൻ വിജയമല്ല. 2001 എന്ന് പറയുന്നൊരു വർഷമാണെങ്കിലും എനിക്ക് തോന്നുന്നു രാക്ഷസ രാജാവ് എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ്. അത് 2000 ഒരു വലിയേട്ടനായിരുന്നു. 2000 ഓണത്തിലിറങ്ങി മമ്മൂട്ടിയുടെ ഒരു ഏറ്റവും വലിയൊരു ഹിറ്റ്. അതിന് ദാദാ സാഹിബ് 2000 ക്രിസ്മസിന് റിലീസായി. ദാദാ സാഹിബും അത്യാവശ്യം ഹിറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഈ 2001, 2002 അങ്ങനെ അധികം ഹിറ്റുകൾ, പ്രത്യേകിച്ച് 2002 ഹിറ്റുകളില്ലാത്തൊരു സമയമൊക്കെ ആയപ്പോഴായിരിക്കാം മമ്മൂട്ടിക്ക് ഒരു ഡിമാൻഡില്ല. അത് തിയേറ്റേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും മമ്മൂട്ടി സിനിമകളോട് ഒരു താല്പര്യക്കുറവ്. പക്ഷേ ആ സമയത്ത് ജയറാമനാണെങ്കിൽ അപ്പുറത്ത്, ജയറാമൻ അങ്ങനെ ഭയങ്കര ഹിറ്റുകളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ശരിയാണ്, 2002 ആ ഒരു സമയത്തൊക്കെ ജയറാമിന് യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന ഒരു സിനിമ, അത് 2002 ഒരു ക്രിസ്മസ് സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. പക്ഷേ ജയറാമിന് ആ 2001 ഷാർജ ടു ഷാർജ, പിന്നെ നാറാണത്ത് തമ്പുരാൻ, പിന്നെ വക്കാലത്ത് നാരായണകുട്ടി, ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. പിന്നെ അപ്പുറത്ത് തമിഴിലാണെങ്കിൽ ജയറാം പഞ്ചാന്തരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷേ മമ്മൂട്ടിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടിക്ക് ദുബായ് എന്ന് പറയുന്ന ഒരു സിനിമ 2001 ഇറങ്ങി. അതൊരു വലിയൊരു പരാജയമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അന്ന് ജയറാം മതി എന്നൊരു രീതിയിലോട്ടാണ്. ഒരു പക്ഷേ അന്ന് ജയറാമിൻ്റെ സിനിമകൾക്ക് ചിലപ്പോൾ ഒരു BC ഓഡിയൻസ് കുറച്ച് കൂടുതൽ വരുന്നതായിരിക്കും. അന്ന് ഫാമിലി സിനിമകൾ ജയറാമാണ് ഒരു കുടുംബ പ്രേക്ഷകരുടെ നായകൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും അന്ന് ജയറാം മതി എന്ന് പറഞ്ഞാൽ, പക്ഷേ സിദ്ദിഖിനെന്ന് മനസ്സിൽ മമ്മൂട്ടി തന്നെയാണ്. അങ്ങനെ അദ്ദേഹം കഥയും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു, എല്ലാം പ്ലാൻ ചെയ്യുന്നു. അതിൽ ആ ഒരു ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ, നമുക്ക് ശ്രീകുമാർ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം, ഒരു അത്യാവശ്യം പൂവാരൻ്റെയൊക്കെ ആയിട്ടുള്ള, അല്ല മുകേഷ് ചെയ്തൊരു ക്യാരക്ടർ, നല്ല ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയാണത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ മാറിയ ശേഷം ഈ പറഞ്ഞ സ്വർഗ്ഗജിത്ത് അപ്പച്ചനൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് ലിബർട്ടി ബഷീറിൻ്റെ അടുത്തെത്തി. ലിബർട്ടി ബഷീറും അത് ഓണാക്കാൻ, അദ്ദേഹം നിർമ്മിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് സിദ്ദിഖ് ലാലിൻ്റെ അടുത്ത് പോയി. അന്ന് ലാൽ നമുക്കറിയാം, അപ്പോഴേക്കും ലാൽ ഒരു അറിയപ്പെടുന്ന ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും നടനും ഒക്കെ മാറിയിരുന്നു. അന്ന് ഈ പറഞ്ഞ ഫ്രണ്ട്സും ഹിറ്റ്ലറും ഒക്കെ ലാൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രോണിക് ബാച്ചിലർ എത്തിക്കഴിഞ്ഞപ്പോൾ ലാലെന്ന് ഭയങ്കര തിരക്കാണ്, തെങ്കാശുവട്ടനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ലാലിനെയും അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് എനിക്ക് തോന്നുന്നു സിദ്ദിഖ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാൽ പറഞ്ഞത് ആ റോളിൽ മുകേഷിൻ്റെ റോള് ദിലീപിനിട്ടാൽ മതി. കാരണം അന്ന് ശരിയാണ്, അന്ന്
മുകേഷ് അന്ന് കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് മുകേഷ് എന്നൊരു ഹീറോ എന്നുവെച്ചാൽ ഒരു മുകേഷിനന്ന് കുറച്ച് പ്രായമായി ഒരു നമുക്കറിയാം ഇന്ന് ക്രോണിക് ബാച്ചിൽ കാണുമ്പോൾ ശരിക്കും ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ മുകേഷ് ആ റോളിന് അത്ര ആപ്റ്റ് അല്ല, കുറച്ചുകൂടി ഒരു യങ്സ്റ്ററാണ് ആപ്റ്റ്. പക്ഷേ സിദ്ദിഖിൻ്റെ സ്വന്തം ആളാണ് മുകേഷ്. അതിപ്പോൾ ഫ്രണ്ട്സ് പോലത്തെ സിനിമകളൊക്കെ പല സിനിമകളിലും നമുക്കറിയാം മുകേഷ് തന്നെ സിദ്ദിഖ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറിലും അതുപോലെ തന്നെയായിരുന്നു. അപ്പം ദിലീപ് മതി എന്നുള്ളതാണ് അപ്പുറത്ത് ഇദ്ദേഹം പറഞ്ഞത്, ലാല് പറഞ്ഞത്. പക്ഷെ അപ്പോഴും സിദ്ദിഖിന് മുകേഷ് തന്നെയത് മനസ്സിലായി. അങ്ങനെ ലാല് പിന്മാറി, പിന്നെ നേരെ ഗുരുവായ ഫാസിലിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഫാസിലാണ് ആ ഒരു സിനിമ ഏറ്റെടുത്തത്. അപ്പോൾ ഫാസിൽ അന്ന് പറഞ്ഞത് ഷൂട്ടിംഗ് ഓൾറെഡി ഒരു 3-4 ദിവസം തുടങ്ങി. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് തന്നെ സിദ്ദിഖിൻ്റെ കയ്യിലെ കാശ് ചിലവാക്കി ഷൂട്ടിംഗ് ഏകദേശം തുടങ്ങി വെച്ചു. റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ, എൻ്റെ സോങ്സിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഫാസിൽ പറഞ്ഞു തൽക്കാലം ഷൂട്ടൊന്ന് നിർത്തി വയ്ക്കുക, എന്നിട്ട് ഒന്ന് ഞാൻ സെറ്റാക്കട്ടെ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് നിർത്തി വെച്ചു. എന്നിട്ട് ഫാസിൽ വീണ്ടും സെറ്റാക്കി. എനിക്കൊന്ന് ഫാസിലിൻ്റെ അനിയനും ഇവരാരൊക്കെയൊക്കെ കൂടി സഹകരിച്ചിട്ടാണ് ആ സിനിമ പിന്നെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത്. പിന്നെ അതിൽ നായികമാർ നമുക്കറിയാം, അതിൽ ഭാവന അന്ന് നമ്മൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് നിൽക്കുകയാണ്. അതിന് തിളക്കത്തിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. പിന്നെയാണ് ക്രോണിക് ബാച്ചിലർ ചെയ്യുന്നത്. രണ്ട് ഏകദേശം ഒരേ സമയമാണ് നടക്കുന്നത്, തിളക്കും ക്രോണിക് ബാച്ചിലറും. പിന്നെ അതിൽ രമ്യയാണുള്ളത്, ഇന്ദ്രജ, ബിജു മേനോൻ, ഭയങ്കര സ്റ്റാർ കാസ്റ്റാണ് അതിൽ. എനിക്കൊന്ന് ലാലു ലക്സ് ഒക്കെ ഒരു ശക്തമായിട്ടുള്ള റോള് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും. അതിൻ്റെ തൊട്ട് മുമ്പ് ഫാൻറ്റത്തിൽ നിന്നാണ് റോൾ ചെയ്തത്. ഇതിൽ പക്ഷേ നല്ലൊരു പ്രധാനപ്പെട്ട റോളാണ് ലാലു ലക്സ് ചെയ്തത്. അതിൽ മമ്മൂട്ടിയുടെ അച്ഛനായിട്ടും സഹോദരനായിട്ടും. അന്ന് രംഭേനെ കാസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കൊണ്ട് ഇവർ വേറെ ഏതോ ഒരു നടിമാരെയൊക്കെ നോക്കി, പക്ഷേ പലരും ഡേറ്റ് കിട്ടാണ്ടാണ് രംഭയിലേക്ക് എത്തിയത്. രംഭേനെ അന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ അന്ന് രംഭയ്ക്ക് അന്ന് ഇച്ചിരി ഡിമാൻഡ് കുറവ്. രംഭ കുറച്ച് തമിഴിൽ ബി ഗ്രേഡ് സിനിമകളൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ രംഭ വേണ്ട എന്നുള്ളതും എനിക്കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സൈഡിലൊക്കെ പ്രഷറൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ ഈ പറഞ്ഞ പ്രഷറെല്ലാം അതിജീവിച്ച് സിനിമ ചെയ്തു. പടം 2003 വിഷുവിന് തിയേറ്ററിൽ ഇറങ്ങി. ആ സിനിമയുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും അതിലെ പാട്ടുകൾ തന്നെയാണ്. കാരണം ദീപക് ദേവ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറാണ് സിദ്ദിഖ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദീപക് ദേവ് അതിന് മുമ്പ് ഇതേപോലെ തന്നെ സിദ്ദിഖ് പറഞ്ഞത്, സിദ്ദിഖിൻ്റെ അടുത്ത് ദീപക് ദേവ് ചാൻസ് അന്വേഷിച്ചപ്പോഴോ ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേജ് ഷോ പോയിരുന്നപ്പോഴോ അമേരിക്കയിൽ എന്തോ പോയപ്പോൾ കൂടെ ദീപക് ദേവ് വന്നിട്ട്, അന്ന് ദീപക് ദേവ് അന്ന് ഈ പറഞ്ഞ പോലെ കീബോർഡൊക്കെ വായിക്കുന്നതാണ്. അന്ന് ദീപക് ദേവിൻ്റെ അടുത്ത് പറഞ്ഞു എയർമാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി പഠിച്ചു, എയർമാൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്തുകൂടെ എന്നൊക്കെ സിദ്ദിഖ് എന്തോ ഒരു കാഷ്വലായിട്ട് പറഞ്ഞാണ്. പക്ഷേ ദീപക് ദേവ് സീരിയസ് ആയിട്ട് എടുത്തു. എനിക്കൊണ്ട് ദീപക് ദേവ് എയർമാൻ്റെ അടുത്ത് പോയി എയർമാൻ്റെ കൂടെ വർക്ക് ചെയ്തു. എന്തായാലും പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി സിദ്ദിഖിനെ സഹായിച്ചു. അപ്പോൾ സിദ്ദിഖ് അന്നത് പറഞ്ഞു പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടണം, മ്യൂസിക് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടാണ് സ്വയംവര ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ട് ചെയ്തു. അത് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദീപക് ദേവ് അതിലേക്ക് ഇന്നായി. ഒരു ഗംഭീരമായിട്ടുള്ള എനിക്ക് 6ഓളം പാട്ടുള്ള സിനിമയിലുണ്ട്. അന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇറങ്ങിയൊരു സിനിമയായിരുന്നു ക്രോണിക് ബാച്ചിലർ. അതിൻ്റെ ഒപ്പം തിയേറ്ററിൽ പ്രിയദർശൻ മോഹൻലാലിൻ്റെ വൻ പ്രതീക്ഷയോടെ ഇറങ്ങി കിളിച്ചുണ്ട മാമ്പരമുണ്ട്. ദിലീപിൻ്റെ റാഫി മെക്കാട്ടിനെ എഴുതുന്ന ജയരാജ് സംവിധാനം ചെയ്യുന്ന തിളക്കം സിനിമയുണ്ട്. സിബി മലയിൽ ജയറാമിൻ്റെ എൻ്റെ വീട് അപ്പൂൻ്റെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് തിളക്കമാണോ കളക്ഷൻ വൈസ് എന്നറിയില്ല, എന്തായാലും കിളിച്ചുണ്ട മാമ്പഴത്തെക്കാട്ടും എൻ്റെ വീട് അപ്പൂവിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തത് ക്രോണിക് ബാച്ചിലർ തന്നെയാണ്. എൻ്റെ വീട് അപ്പൂവിൻ്റെ നല്ലൊരു വിജയമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമ പിന്നീട് സിദ്ദിഖ് തന്നെ തമിഴിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സിദ്ദിഖ് ഇതിന് മുമ്പ് സിദ്ദിഖിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയാണ് അന്ന് തമിഴിൽ റീമേക്ക് ചെയ്ത് ഭയങ്കര ഹിറ്റായതും വിജയ്ക്ക് വലിയൊരു ബ്രേക്ക് ആയതൊക്കെയാണ്, സൂര്യക്ക്. അതുപോലെ തന്നെ ഈ സിനിമ അവിടെ 2004 പൊങ്കൽ റിലീസായിട്ട് ഇറങ്ങി എങ്കളാണ് വിജയകാന്തായിരുന്നു അഭിനയിച്ച്. അതിൽ മമ്മൂട്ടോള് വിജയകാന്ത്, മുകേഷ് ടോള് പ്രഭുദേവൊക്കെ ആയിരുന്നു. പിന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതിൽ ഇന്നസെൻറ്റിൻ്റെ ആ റോള് ചെയ്തത് വടിവേലുവാണ്. പിന്നെ പാണ്ഡ്യരാജ് എന്ന് പറയുന്ന നടനാണ് മറ്റേ ഹരിശ്രേഷാവിൻ്റെ റോള് ചെയ്തത്. പിന്നെ നമിത. അതിൽ ലാലാണ് അവിടെ ലാൽ ലക്സിൻ്റെ റോള് ചെയ്തത്. ഇതിൽ മലയാളത്തിൽ ലാൽ ലക്സ് ചെയ്യുന്ന റോൾ അപ്പുറത്ത് ലാൽ ചെയ്തത്. എനിക്കൊണ്ട് ലാലിൻ്റെ ആദ്യത്തെ തമിഴ് പടമാണെന്ന് തോന്നുന്നു അവിടെ തമിഴിൽ ലാൽ അഭിനയിക്കുന്ന സിനിമ. എന്തായാലും അതും അവിടെ ഭയങ്കര വിജയമായിരുന്നു. സിദ്ദിഖ് തന്നെയായിരുന്നു അത് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ സിദ്ദിഖല്ല സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ജഗപതി ബാബുവാണ് അതിൽ അവർ റോളൊക്കെ ചെയ്തത്. എന്തായാലും ക്രോണിക് ബാച്ചിലർ സിനിമ എന്ന് മമ്മൂട്ടിക്ക് ഒരു വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ആ 2002 ഒരു സിനിമ ഫാൻഡവും കൈനുറുത്ത് മാത്രം ചെയ്ത് നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയത് ക്രോണിക് ബാച്ചിലർ വലിയൊരു കാരണമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് കേട്ട് പിന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ആ വർഷം മമ്മൂട്ടി ഇറങ്ങി. പക്ഷേ അത് വലിയ വിജയമല്ലായിരുന്നു. എങ്കിൽ പോലും മമ്മൂട്ടിക്ക് ഒരു വലിയൊരു എന്താ പറയുക ഒരു ആശ്വാസ ഹിറ്റ്, അല്ലെങ്കിൽ വീണ്ടും മമ്മൂട്ട സിനിമകൾ തിയേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്ന ആ ലെവലിലോട്ട് വീണ്ടും എത്തി എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ആ ഒരു സിനിമ അന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുക. എനിക്ക് തോന്നുന്നു അതിലെ പാട്ടുകൾ തന്നെയായിരുന്നു. ആ സിനിമ ആദ്യം ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സോങ്സാണ്. പിന്നെ മുകേഷ് ഗംഭീരമായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വേറൊരു ഗെറ്റപ്പിലുള്ള ഒരു സിനിമ. എനിക്കൊണ്ട് മമ്മൂട്ടി അന്നത്തെ ഹെയർ സ്റ്റൈലും ഒക്കെ അന്നൊരു എന്താ പറയുക അന്ന് കുറേ പേര് അനുകരിച്ചിരുന്നൊക്കെയായിരുന്നു അത്. എന്തായാലും അന്നത്തെ ആ ഒരു ക്രോണിക് ബാച്ചിലർ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം.